കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 115 സങ്കീർത്തനം അതിൻ്റെ 17, 18 വാക്യങ്ങൾ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തു, യഹോവയെ സ്തുതിക്കുവിൻ. ഇവിടെ അനുഗ്രഹീതമായൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നവരാരാണ്, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കാത്തവരാരാണ്? എന്തുവാ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്? ആദിമ സൃഷ്ടിയിൽ ആദാമിനെ ഹവ്വയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ച ഒന്ന് ദൈവത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. നമ്മളെ ഉലകത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിറകിൽ ദൈവത്തിന് ഉദ്ദേശമേ ഉള്ളൂ, ദൈവത്തെ ആരാധിക്കുക, ഇല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. അതാണ് മനുഷ്യനായ നമുക്കുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവർ ആയിരിക്കണമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. 103 സങ്കീർത്തനം 1 വാക്യം നമുക്കറിയാമല്ലേ? എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും നീയരുത്, മറക്കരുത്. അപ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ, സ്തോത്രം, ദൈവത്തിന് നന്ദിയുള്ളവരായിരുന്നാൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹകരമായി ജീവിതം മാറുവാൻ തക്കവണ്ണം ഇടവരും. ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നവർ ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമുക്ക് വായിക്കുന്നത്, അല്ലേ? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാത്തവരാര് എന്ന് ചോദിച്ചാൽ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കാൻ കഴിയും, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. അപ്പം ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് നമ്മൾ പഠിക്കണം. എന്തുവാ എൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിന്ന്, ഇല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരെല്ലാം പലപ്പോഴും അധരം പൂട്ടി മൗനമായിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ദൈവത്തെ ആലയത്തിൽ കടന്നു വന്നിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്കോ സഭാരാധനയ്ക്കോ കടന്നു വന്നിട്ട് ദൈവത്തെ സ്തുതിക്കാതെ മൗനമായിട്ട് ഇരുന്നിട്ട് പോകുന്ന ആൾക്കാരില്ലേ? എന്തുവാ എൻ്റെ അർത്ഥം? അപ്പം അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്ഷരീകമായിട്ട് അവർ മരിച്ചിട്ടില്ലെങ്കിലും ആത്മീകമായിട്ട് അവർ മരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. അല്ല, സ്തോത്രം, എന്തുവാ അല്ല അവിടെ ഈ സ്തുതിക്കാതിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ഈ തലമുറ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്ന ഒരു തലമുറയായിട്ട് മാറപ്പെടുമ്പോൾ, എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ ഒരുക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മരിച്ചവരും മൗനതയിലെങ്കിൽ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, നാമോ യഹോവയെ എന്നേക്കും വാഴ്ത്തും. ഇന്നു മുതൽ എന്നേക്കും വാഴ്ത്തും, യഹോവയെ സ്തുതിപ്പും. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവനുള്ളവരാണ്. അത് അക്ഷരീക ജീവനല്ല, ആത്മീക ജീവൻ നമ്മുടെ ജീവിതത്തിനകത്തുള്ളത് കൊണ്ടാണ് നമ്മൾ യഹോവയെ സ്തുതിക്കുന്നത്. എന്നെ നിങ്ങളെയും ഭൂമിയുടെ പരപ്പിൽ ദൈവം വെച്ചേക്കുന്നതിൻ്റെ പരമപ്രധാനമായ ആ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകിയാലും എല്ലാവരെയും തൃക്കരങ്ങൾ തരുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.